ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഒരു ക്രിസ്മസ് ആയിട്ട് ബീഫ് റോസ്റ്റ് ഇല്ലെങ്കിൽ എന്താ അല്ലേ. അപ്പോൾ സാധാരണ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം അത് വഴറ്റിയെടുക്കണം, സവാള അരിയണം, കുറച്ച് മെനക്കേട് പരിപാടിയാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുള്ള നല്ല ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ഉപ്പും വിനീഗറും വെച്ചിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കുക്കർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു 20-25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. സവാളയെക്കാളും നല്ല ചെറിയ ഉള്ളിയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ചേർത്ത് വെക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പെരുംജീരകവും കുരുമുളക് പൊടി എടുക്കരുത്. ഇങ്ങനെ മൊത്തത്തിലുള്ള കുരുമുളകാണ് നല്ലത് കേട്ടോ. ആ ഒരു കുരുമുളകിന്റെ ഫ്ലേവർ ഒക്കെ വരണമെങ്കിൽ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കരുത്, വെള്ളമൊന്നും വേണ്ട. ഉള്ളിയുടെ നനവിൽ തന്നെ നിന്ന് ചതഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതനുസരിച്ച് വേണം അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടികൾ. അപ്പൊ നമ്മൾക്ക് പിന്നീട് ഞാൻ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പൊടികളെല്ലാം ചേർത്ത് തന്നെ വേവിച്ചെടുത്തതിന് ശേഷം ഇത് റോസ്റ്റ് എടുക്കുവാണ്. അപ്പൊ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ മീറ്റ് മസാലയൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് വിസിൽ കൊടുക്കാം. ഞാനൊരു 3 വിസിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ 1 വിസിൽ സിം ഫയറിലും പിന്നെ 2 വിസിൽ തീ കൂട്ടി വെച്ചും ചെയ്യാറുണ്ട്. അപ്പം അത് എൻ്റെ ആ ഒരു കുക്കറിന് അത് കണക്കാണ്. അപ്പോൾ ഓരോരുത്തരെയും കുക്കർ അനുസരിച്ച് ഡിപ്പെൻസ് ആണ് കേട്ടോ. 2 വിസിലിന് ശേഷം നിങ്ങൾ തുറന്നു നോക്കുക. വേവായിട്ടില്ലെങ്കിൽ എക്സ്ട്രാ വിസിൽ കൊടുത്താൽ മതി. ഇപ്പം വെള്ളമൊന്നും നമ്മൾ ഒട്ടും ചേർക്കാഞ്ഞിട്ട് കൂടി ഇത്രത്തോളം വെള്ളം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ കുക്കർ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആക്കി വെക്കണം. നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ കുക്കറിൽ തന്നെ വെച്ചിട്ട് വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒഴിച്ചൊന്നും കളയരുത്. ആ തുറന്നു വെച്ച് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കൊരു ചട്ടി, അത് ചൂട് കട്ടിയുള്ളൊരു ചട്ടി എടുക്കണം. ഒന്നുകിൽ ഇതുപോലെ കട്ടിയുള്ള ചട്ടി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളിയിൽ ചെയ്യാം. ഉരുളിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കുറച്ചുകൂടെ പെട്ടെന്ന് റെഡി ആയിട്ട് വരും, നല്ല ചൂട് കിട്ടും. അപ്പം ഞാനിത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു ചട്ടിയാണ്. നല്ല കട്ടിയുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് സവാളയൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സവാളയൊന്നും ചേർക്കാറില്ല. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഉണങ്ങി ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ആ ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആയിട്ട് വരണ്ട കേട്ടോ. ആ ബീഫിനൊപ്പം ചേർന്നിട്ട് അത് നല്ല ഡ്രൈ ആയിട്ട് വന്നോളും. ഇനി ബീഫ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ സാധാരണ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചിലർ ചെയ്യാറുണ്ട്, തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം പിന്നെ ഇത് ഇങ്ങനെ ഇളക്കി ഒരുപാട് സമയം എടുത്ത് ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കുന്നതൊക്കെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ആണിത്. ഇതിന്റെ ആ ഒരു പെരുംജീരകത്തിന്റെ കുരുമുളകിന്റെ ഒക്കെ ആ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് റെഡിയായിട്ട് വരും. അടിയിൽ പിടിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കൂടെ എപ്പോഴും അതിന്റെ പുറകെ നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഉണങ്ങി വന്നോളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഉണങ്ങി വന്നോളൂ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയും ചോറിന്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇതിരിക്കും തോറും പിന്നെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അത്രയും പെർഫെക്റ്റ്. ഇപ്പം ഞാനിത് ഇപ്പം തന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ സെർവ് ചെയ്ത് കാണിക്കുന്നതാണ്. ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം വീണ്ടും ഇത് ഇളക്കി എടുക്കണം. അത്രത്തോളം വീണ്ടും അതിന്റെ കളർ മാറി നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ.